പത്തനംതിട്ട ഐരൂരിൽ CPM-ൽ ഭിന്നത. ഐരൂർ പഞ്ചായത്ത് അംഗം ഷീജ വിമല രാജിവെച്ചു. CPM ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഷീജ. ഭരണസമിതിയിൽ കൂടിയാലോചനയില്ലെന്ന പരാതിയിലാണ് രാജി. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഐരൂരിൽ എന്താണ് പ്രശ്നം CPM-ൽ? ലക്ഷ്മി, CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായ വിമലാണ് രാജിവെച്ചിട്ടുള്ളത്. ഷീജ വിമലാണ് രാജിവെച്ചിട്ടുള്ളത്. ഇവർ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ ഏറെ നാളായി പഞ്ചായത്ത് ഭരണസമിതിയിൽ ഭിന്നതകളുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭരണസമിതിയിൽ കൂടിയാലോചനകളൊന്നും നടക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അവരിപ്പോൾ രാജിവെച്ചത്. നമ്മൾ ഏരിയ നേതൃത്വത്തോട് ഇതിന്റെ വിശദീകരണം ചോദിക്കുമ്പോൾ ഏരിയ നേതൃത്വം പറഞ്ഞത് ഭരണസമിതിയിൽ ഭിന്നതകളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ കഥകളി ക്ലബിന് വേണ്ടി സർക്കാർ ഭൂമി വിട്ടു നൽകിയിരുന്നു. ആ ഭൂമി വിട്ടു നൽകിയിരുന്നതിൽ അതിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ കാലതാമസം എടുക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് ഇവർ ഏറെ നാളായി രാജിവെച്ച ഷീജ വിമൽ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് രാജിക്ക് കാരണമെന്നാണ് നിലവിൽ ഏരിയ നേതൃത്വം പറയുന്നത്. ഇന്ന് വൈകിട്ട് ഏരിയ കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് ഷീജ വിമലിനെതിരെ നടപടിയെടുക്കാനാണ് തീരുമാനം. സംഘടന പാർട്ടി നിർദ്ദേശിച്ചുകൊണ്ടല്ലായിരുന്നു പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചത്. അതുകൊണ്ട് തന്നെ പാർട്ടി നടപടിയെടുക്കുമെന്നാണ് ഏരിയ നേതൃത്വം വിശദീകരിക്കുന്നത്. നിലവിൽ ഇവരുടെ രാജിയോടുകൂടി പഞ്ചായത്ത് ഭരണത്തിൽ ഭിന്നത ഉണ്ടായിട്ടുണ്ട്, പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പഞ്ചായത്തിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ അംഗങ്ങളുണ്ട് എന്നതിന്റെ പുറത്ത് മാത്രം LDF ഭരണം കൈയാളുന്ന ഒരു പഞ്ചായത്തായിരുന്നു നിലവിൽ ഈ ഐരൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിലവിൽ 7 അംഗങ്ങൾ ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ ഷീജയുടെ രാജിയോടുകൂടി അത് 6 ചുരുങ്ങിയിട്ടുണ്ട്. BJPക്ക് 5 സീറ്റും കോൺഗ്രസിന് 4 സീറ്റും അതോടൊപ്പം 2 സ്വതന്ത്രന്മാരുൾപ്പെടെ ഉള്ള പഞ്ചായത്താണ്. നിലവിൽ ഷീജയുടെ രാജിയോടുകൂടി ഈ നിലവിൽ പഞ്ചായത്ത് ഭരണവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ലക്ഷ്മി, പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു.